ഇടുക്കി തൊടുപുഴയിൽ രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 അംഗ സംഘം പോലീസിന്റെ വലയിലായി. സാഹസികമായിട്ടാണ് ഇവരെ പോലീസ് പിടികൂടിയത്. ഇടവെട്ടിക്ക് സമീപം പുലർച്ചെ 4 മണിയോടെ നടന്ന ലഹരി വേട്ടയിൽ 18 ഗ്രാം MDMAയും 10 ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. ഡിവൈഎഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും മേഖലാ സെക്രട്ടറിയുമായ TS ഷിയാസ് ഉൾപ്പെട്ട സംഘമാണ് പിടിക്കപ്പെട്ടത്. ഇവർക്ക് പിന്നിൽ വൻ ലഹരി സംഘമുണ്ടെന്നും അവരെയും ഉടൻ പൂട്ടുമെന്നും ഇടുക്കി SP മാധ്യമങ്ങളെ അറിയിച്ചു. ലഹരി കൈമാറ്റം നടക്കുന്നുവെന്ന വിവരമറിഞ്ഞാണ് പുലർച്ചെ 4 മണിക്ക് ഇടവെട്ടിയിൽ ഷാഡോ സംഘം എത്തുന്നത്. ഇവിടെയുണ്ടായിരുന്ന യുവാക്കളെ വളയുന്നതിനിടെ ഷാഡോ ടീമിന് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗമുണ്ടായി. എന്നാൽ സാഹസികമായി യുവാക്കളെ പോലീസ് കീഴ്പ്പെടുത്തി. ഇവരിൽ നിന്ന് രാസലഹരിക്ക് പുറമെ പണവും പിടിച്ചെടുത്തു. ഡിവൈഎഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ഷിയാമണി എന്ന് വിളിപ്പേരുള്ള TS ഷിയാസ്, ആഷിഖ്, നിഹാൻ, അർഷിദ് എന്നിവരാണ് പിടിയിലായത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്ന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥിയായിരുന്നു ഷിയാസ്. സമീപ സമയത്ത് ജില്ലയിൽ കിട്ടിയുള്ള ഏറ്റവും വലിയ ഒരു MDMAയുടെ ഒരു ഡിറ്റക്ഷനാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് കുറേ ATM, വേറെ പല ആളുകളുടെ ചെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൊടുപുഴ കേന്ദ്രീകരിച്ചുള്ള കുറേ പേരുടെ ഇൻഫർമേഷൻ നമുക്കുണ്ട്. അവരെല്ലാം നമ്മുടെ സർവൈലൻസ് ആണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ആദ്യത്തെ ഒരു ഇൻപുട്ട്. ലഹരി സംഘം സഞ്ചരിച്ചിരുന്ന ഓട്ടോയും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രവർത്തനത്തിൽ സജീവമല്ലാത്തതിനാൽ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഷിയാസിനെ പുറത്താക്കിയെന്നാണ് ഡിവൈഎഫ്ഐയുടെ വിശദീകരണം. ലഹരി മരുന്ന് കേസിൽ നേരത്തെ റിമാൻഡിലായി ജാമ്യത്തിലിറങ്ങിയ ആളാണ് അർഷിദ്. ഇയാളെ പിന്തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിലാണ് 4 പേരും കുടുങ്ങിയത്. നിഹാൻ നേരത്തെയും എക്സൈസ് കേസിൽ പ്രതിയാണ്. ഇതിലെ ഒരു പ്രതിയുണ്ട്, നിഹാൻ. അയാൾ നേരത്തെ എക്സൈസ് കേസിലേക്ക് ഉള്ളതാണ്. നേരത്തെ 43 ഗ്രാം MDMAയുമായി അയാളെ പിടിച്ചിട്ടുള്ളതാണ്. പല കേസുകളിലായിട്ട് പ്രതിയായിട്ടുള്ളവരാണിത്. ഇതിനകത്ത് ആദ്യത്തെ ഒരു പ്രതി അർഷിദാണ്. ഇയാളെ നമ്മൾ 10-ാം തീയതി ഇയാളുടെ വീട്ടിൽ നമുക്കൊരു 0.2 ഗ്രാം MDMA സഹിതം നമ്മൾ പിടിച്ചിട്ടുള്ളതായിരുന്നു. ഒന്ന് ബെയിലബിൾ ഒഫൻസ് ആയിട്ട് ഇയാളെ ബെയിൽ കൊടുത്തു വിട്ടതാണ്. പിടിയിലായവർക്ക് പിന്നിലുള്ള ലഹരി സംഘത്തെയും ലഹരിയുടെ ഉറവിടവും കണ്ടെത്താൻ വേണ്ടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.